ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെതിരായ അടിമാലി സ്വദേശി മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്ന് ആവർത്തിച്ച സർക്കാർ. പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും ഫണ്ടിന്റെ ലഭ്യത അനുസരിച്ചാണ് പെൻഷൻ നൽകുന്നതെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മറിയക്കുട്ടിയുടെ ആത്മാഭിമാനം ചോദ്യം ചെയ്യരുതെന്നും ആളുകളെ തിരസ്കരിക്കുന്നതിനോട് യോജിക്കാനാകില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി. മറിയക്കുട്ടിയുടെ ഹർജി രാഷ്ട്രീയ പ്രേരിതമാണെന്ന് സർക്കാർ അഭിഭാഷകൻ ഹൈക്കോടതിയിൽ ആവർത്തിച്ചു. 21 സാമൂഹികക്ഷേമ പെൻഷനുകൾ സംസ്ഥാന സർക്കാർ നൽകുന്നുണ്ട്. 50 ലക്ഷത്തോളം ഉപഭോക്താക്കളുമുണ്ട്. ഇവർക്ക് ഒരു മാസം ക്ഷേമ പെൻഷൻ നൽകാൻ 750 കോടി രൂപ വേണം. ഇത്രയും കുടിശ്ശിക ഒരുമിച്ച് നൽകാൻ സർക്കാരിന് കഴിയില്ല. സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. 3 പെൻഷനുകളുടെ 5 മാസത്തെ വിഹിതം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കാനുണ്ട്. കേന്ദ്ര സർക്കാർ പണം നൽകിയാൽ ഉടൻ പെൻഷൻ വിതരണം ചെയ്യും. പെൻഷൻ നിയമപരമായ അവകാശമല്ല, സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. മറിയക്കുട്ടിയുടെ ആവശ്യത്തെ തിരസ്കരിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിച്ചു. ഇതിനോട് യോജിക്കാനാവില്ലെന്നും ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. മറിയക്കുട്ടിയുടെ വിശ്വാസ്യത തകർക്കാനാവില്ല. മറിയക്കുട്ടിക്ക് സല്യൂട്ട് നൽകുന്നു. ക്രിസ്മസ് കാലത്ത് കാശില്ലാത്ത മറിയക്കുട്ടിയുടെ അതിജീവനത്തിന് പ്രാർത്ഥിക്കാം. കോടതിക്ക് ഒന്നും ചെയ്യാനാകുന്നില്ലെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ. മറിയക്കുട്ടിയെ സഹായിക്കാൻ നിരവധി പേർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ വിവരങ്ങൾ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും സർക്കാരിന്റെ മറുപടി. മറിയക്കുട്ടിയുടെ ആത്മാഭിമാനം സർക്കാർ ചോദ്യം ചെയ്യരുതെന്ന് ഹൈക്കോടതിയുടെ താക്കീത്. സർക്കാർ പറയുന്നത് ശരിയാണോ എന്ന് പരിശോധിക്കും. ആവശ്യമെങ്കിൽ മുതിർന്ന അഭിഭാഷകരെ ഉൾപ്പെടുന്ന അമിക്കസ് ക്യൂറിമാരെ നിയോഗിക്കുമെന്നും ഹൈക്കോടതി. തുടർന്ന് സർക്കാർ അഭിഭാഷകനും കോടതിയുമായി കടുത്ത ഭാഷയിൽ വാദപ്രതിവാദം. സർക്കാർ അഭിഭാഷകന്റെ വാക്കുകൾ പിൻവലിക്കണമെന്ന് കോടതിയുടെ നിർദ്ദേശം. കോടതിയെ വേദനിപ്പിക്കാൻ ഉദ്ദേശിച്ചില്ലെന്ന് സർക്കാർ അഭിഭാഷകൻ. സർക്കാരിന്റെ വാദം ഞെട്ടിച്ചുവെന്നുമായിരുന്നു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം. എല്ലാവർക്കും വേണ്ടിയാണ് പോരാട്ടമെന്നും തനിക്ക് മാത്രമായി പെൻഷൻ വേണ്ടെന്നും മറിയക്കുട്ടി. കോടതി വിധി ഞങ്ങൾക്ക് വിധിയായിട്ട് ഒരു നല്ല ബോധ്യമുണ്ട്. ഞാൻ തന്നെയല്ല, എല്ലാ ജനങ്ങൾക്കും കിട്ടണം. ഇവിടെ ധാരാളം ആൾക്കാർ രോഗികൾ കിടപ്പുണ്ട്. അവരിതേ പ്രതീക്ഷയാണ് ഇരിക്കണേ. കോടതി എല്ലാവർക്കും ഉള്ളതല്ലേ, അപ്പോൾ കോടതി വിധി വരും. റിപ്പോർട്ടർ, കൊച്ചി.